ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ല. എനിക്ക് സുഖം, സന്തോഷം കേട്ടോ. ഇന്നത്തെ യാത്ര എടുക്കാമെന്ന് വെച്ചാൽ ബാക്ക് ടു സ്കൂൾ ഷോപ്പിംഗ് ആണ് കേട്ടോ. അപ്പോൾ മക്കൾസിന് സ്കൂൾക്കുള്ള കുറച്ച് ഐറ്റംസുകൾ മേടിക്കാൻ വേണ്ടി പോവാണ്. നമ്മൾ ചെറുതുരുത്തിയില്ല KSK സ്റ്റോറിലാണ് വന്നിരിക്കുന്നത് കേട്ടോ. വന്നത് കേട്ടോ. നമ്മൾ കഴിഞ്ഞ വർഷം ഈ ഷോപ്പിൽ നിന്ന് തന്നെ പർച്ചേസ് ചെയ്തത്. അങ്ങനെ ഇതാ നമ്മൾ മക്കൾസിനുള്ള ബാഗ്സും ബുക്കും പിന്നെ ഇപ്രാവശ്യം ഒരുപാട് ഐറ്റംസ് വേണ്ടാത്തതുണ്ട് കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യത്തൊക്കെ കേടാവാണ്ടിരിക്കുന്നുണ്ട്, അതുകൊണ്ട് മുഴുവനായിട്ടൊന്നും മേടിക്കണില്ല. അങ്ങനെ ഇതാ നമ്മളിപ്പോൾ ആദ്യം നോക്കുന്നത് ബാഗാണ് കേട്ടോ. അങ്ങനെ ബാഗ് നോക്കിക്കൊണ്ടിരിക്കുകയാണ് മോള്. അപ്പോൾ എല്ലാവരും സ്കൂൾ പോണ തിരക്കിലാവുമെന്ന് വിചാരിക്കണം. എല്ലാവർക്കും എന്താ പറയുക, പുതിയൊരു വർഷത്തിലേക്ക് എല്ലാവർക്കും നല്ലൊരു വിശ്വാസം അറിയിക്കുകയാണ്. അങ്ങനെ ഇതാ എല്ലാ ഐറ്റംസും ഉണ്ട് കേട്ടോ. ഇവിടെ നമ്മൾ എന്താ പറയുക, ഒരു കുറച്ചൊന്ന് ഡിസ്കൗണ്ട് ഉള്ളൊരു ഷോപ്പാണ്. എന്നാൽ നല്ല ക്വാളിറ്റിയോട് കൂടിയാണ്. അത്യാവശ്യം പ്രൈസും കാര്യങ്ങളും ഉണ്ട്. എന്നാൽ അത്യാവശ്യം വേണ്ടവർക്ക് ഏത് ബജറ്റിലാണ് നമുക്ക് വേണ്ടത് അത് അങ്ങനെ ഉണ്ട് കേട്ടോ. അങ്ങനെ ഇതാ അതൊക്കെ പെൻസിലാണ്. മക്കൾക്ക് പെൻസിലൊക്കെ സ്റ്റോക്ക് ഇരിക്കേണ്ടത്, കാരണം കൂടുതലായിട്ടൊന്നും മേടിച്ചില്ല. ബോക്സ് മേടിച്ചില്ല, വാട്ടർ ബോട്ടിൽ മേടിച്ചില്ല, അതൊക്കെ ഇരിക്കുന്നുണ്ട്. അങ്ങനെ ഇതാ ബാഗാണ് കേട്ടോ മോൾ നോക്കിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അവളിതാ ഇതുപോലൊരു ബാഗാണ് എടുത്തത് കേട്ടോ. ഇത് പിങ്ക് കളറായതുകൊണ്ട് നമുക്ക് ഭയങ്കര ഇഷ്ടമായി. പക്ഷേ മഴക്കാലമാണ്, ചളിയായിട്ടുണ്ടെങ്കിൽ ഒരു പുള്ളിയായാൽ പോലും മഷിയായാൽ പോലും അറിയും. അതുകൊണ്ട് ഞങ്ങൾ വേണ്ട, കളറൊന്നും മാറ്റാൻ വേണ്ടി കുറേ നോക്കിയിട്ടോ. പ്രൈസും കാര്യങ്ങളൊക്കെ നോക്കി. അത്യാവശ്യം പ്രൈസ് ഉണ്ട്. അവൾ 5ാം ക്ലാസ്സിലേക്കാണ്, അതുകൊണ്ട് ഒരുപാട് ബുക്കുകളുണ്ട്. കുറച്ചധികം തന്നെ സ്പേസ് വേണം. അത്യാവശ്യം സ്പേസ് വേണം. നല്ല ഭാരമാണ് ബുക്സൊക്കെ ഇട്ട് വരുമ്പോഴേക്കും. പിന്നെ ലഞ്ച് ബാഗായിട്ട് വേറെ മേടിച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഈ ഒരു ബാഗ് ഞങ്ങൾ സെലക്ട് ചെയ്തു. പക്ഷേ ലാസ്റ്റ് നമ്മൾ ഈ ബാഗിൻ്റെ ബ്ലാക്കാണ് കേട്ടോ എടുത്തത്. അത് ഞാൻ കാണിച്ചു തരാം. അങ്ങനെ ഇത് അത്യാവശ്യം നല്ല രീതിക്ക് ബാഗുകളുണ്ട് കേട്ടോ. കിഡ്സിനാണെങ്കിലും ആൺകുട്ടികൾക്കാണെങ്കിലും. പിന്നെ ഈ നമ്മൾ എടുത്തതിൻ്റെ തന്നെ പർപ്പിൾ കളറും ലാവൻഡർ കളറൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ പിങ്ക് കളറിനോടാണ് മക്കൾക്ക് കുറച്ച് ഇത്. പിന്നെ ഈ കളർക്ക് നല്ല ഭംഗിയാണെങ്കിൽ കൂടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വല്ലതും ആയിക്കഴിഞ്ഞാൽ വേഗം അത് നാശമാവും. പിന്നെ ഒരു വർഷം ഉപയോഗിക്കേണ്ടതല്ലേ. അപ്പോൾ നമ്മളെല്ലാം നോക്കണമല്ലോ, എപ്പോഴെപ്പോഴും മേടിക്കാനൊന്നും പറ്റില്ല. നമ്മൾ അത്യാവശ്യം അതൊക്കെ നോക്കിയിട്ടാണ് കേട്ടോ. ക്വാളിറ്റിയും നോക്കണം, അതേപോലെ നമ്മൾ എത്ര കൊണ്ട് അത് നിൽക്കുന്നുണ്ടെന്ന് അതും നോക്കണം. എന്നിട്ടാണ് ഞാൻ മേടിക്കാറുള്ളൂ കേട്ടോ സാധാരണ. അങ്ങനെ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ നിന്ന് തന്നെ എടുത്തുകൊണ്ട് തന്നെ അത്യാവശ്യം എന്താ പറയുക, ഒരു വർഷം നിന്ന് പിന്നെ അതിൽ ഒരു ഡാമേജ് കാര്യങ്ങളൊന്നും ആയില്ല. എന്നാലും ചെറിയ രീതിക്ക് എന്തോ ആയി എന്ന് പറഞ്ഞിട്ടാണ് അവൾ കീറലൊന്നുമില്ല. അതിൽ കളറൊക്കെ പിടിച്ച കാരണമാണ് ബാഗ് ഇപ്രാവശ്യം വീണ്ടും വേറെ ബാഗ് നോക്കിയിട്ട് എടുക്കുന്നത്. അങ്ങനെ നമ്മൾ ഒരുപാട് ബാഗ് നോക്കിയിട്ട് ലാസ്റ്റ് ഫസ്റ്റ് കാണിച്ചെന്നാൽ ആ പിങ്ക് ബാഗ് തന്നെ കേട്ടോ ലാസ്റ്റ് എടുത്തത്. ഇതുപോലെ ഒരുപാട് ബാഗുകളൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇതാ ലഞ്ച് ബാഗ് നോക്കുക കേട്ടോ. ബാഗ് അത് എടുത്ത ബാഗ് എന്തായാലും അവൾ തോളത്ത് വെച്ചിട്ടുണ്ട്, കാരണം ആ കളർ അവൾക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. അങ്ങനെ അത് വെച്ചിട്ട് ഇതാ അടുത്ത ബാഗ് നോക്കുകയാണ് കേട്ടോ. പിന്നെ എന്താ നമ്മുടെ ബ്രൗൺ പേപ്പറും കാര്യങ്ങളും നെയിം സ്ലിപ്പ് മേടിക്കാൻ മറന്നു കേട്ടോ. നെയിം സ്ലിപ്പ് അതുവരെ ഓർമ്മ ഉണ്ടായിരുന്നു, പിന്നെ മേടിക്കാൻ മറന്നു. പിന്നെ അവിടെ കുറച്ച് ഓഫറായിട്ട് ലാസ്റ്റ് നമ്മൾ ബിൽ ചെയ്തതിന് ശേഷം ഫ്രീ ആയിട്ട് കിട്ടാറുണ്ട്. പക്ഷേ പ്രാവശ്യം അത് മറക്കും ചെയ്ത് മേടിക്കാൻ. അങ്ങനെ ഇതാ പിന്നെ നോക്കിയത് കുടയാണ് കേട്ടോ. 2 പേർക്കും കുട വേണം. ഒരാൾ ഇതാ ബാർബിയുടെ കുടയാണ് എടുത്തുക്കണത്. ഫെയറിയുടെ ബാർബിയുടെ എന്തോ കുടയാണ് എടുത്തുക്കണത് കേട്ടോ. സാധാരണ കാലുള്ളതൊന്നും വേണ്ട എന്ന് പറഞ്ഞിട്ട് ഇതാ ഈ ഒരു കുടയാണ് എടുത്തത്. പിന്നെ മോള് സാധാരണ നമ്മുടെ സാധാ കുടയാണ് ലുബമോൾ എടുത്തത്. അങ്ങനെ ഇതാ നമ്മളിതാ അടുത്ത ഐറ്റംസ് എടുത്ത് ബാഗൊക്കെ കാണിച്ചു തരികയാണ് കേട്ടോ. പേനകൾ എടുത്ത് ബ്ലാക്ക് മഷി വേണമെന്ന് പറഞ്ഞു. ബ്ലൂ മഷി ഇവിടെ ഉണ്ട്. ബ്ലാക്ക് മഷി പേന വേണമെന്ന് പറഞ്ഞു. പിന്നെ അവൾ ഓരോ വാട്ടർ ബോട്ടിൽ കാണിച്ചു. പക്ഷേ ആ ബോട്ടിൽ വേണ്ട, കാരണം ഇവിടെ എടുക്കാത്ത ബോട്ടിലുകൾ ഇരിക്കുന്നുണ്ട്. ബ്രൗൺ പേപ്പർ കാര്യങ്ങളെല്ലാം എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ നോക്കിയത് കട്ടറാണ് കേട്ടോ. പക്ഷേ ഇത് അത്യാവശ്യം ഫാൻസി കട്ടറായതുകൊണ്ട് തന്നെ അത്യാവശ്യം പ്രൈസ് ഉണ്ട്. പിന്നെ കുറച്ച് ഡിസ്കൗണ്ട് ആക്കി തരും പറഞ്ഞു. അങ്ങനെ 2 പേർക്ക് ഓരോന്ന് എടുത്തിട്ട് ഈ ബോട്ടിൽ ഭയങ്കര ഇഷ്ടമായി മോൾക്ക്. പക്ഷേ ബോട്ടിൽ എടുക്കാത്ത നല്ല അടിപൊളി ബോട്ടിൽ ഇവിടെ ഉള്ളതുകൊണ്ട് നമ്മളത് വേണ്ടാന്ന് വെച്ചിട്ടാ. അപ്പോൾ ഇതാണ് കേട്ടോ ഷോപ്പ്. കുടകൾക്കൊക്കെ നല്ല അത്യാവശ്യം എന്താ പറയുക ഓഫറുള്ള കുടകളാണ് കേട്ടോ. പിന്നെ ക്രയോൺസ്, ബാക്കി ഐറ്റംസ് കാര്യങ്ങൾ എല്ലാം എടുത്തിട്ടോ. പിന്നെ ലുബമോൾക്ക് നോട്ട്സൊക്കെ സ്കൂളിൽ നിന്ന് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഹിബമോൾക്ക് മാത്രം മതി കേട്ടോ. അവൾക്കൊരു 7 നോട്ട് ബുക്ക് വേണം, റഫും കൂടെ കൂടിയിട്ട്. അങ്ങനെ അത് മേടിച്ചിട്ടുണ്ട്. 4 ലൈൻ 2 ലൈൻ സിംഗിൾ ലൈനൊക്കെ ആയിട്ട്. അങ്ങനെ പിന്നെ ഡബ്ബറും കാര്യങ്ങളൊക്കെ മേടിച്ചു കേട്ടോ. പിന്നെ നമ്മളിതാ ഒന്ന് മഴ കൊണ്ടിട്ടൊക്കെ വന്ന് അതിൻ്റേതായ ഇതുണ്ട് കേട്ടോ. നമ്മൾ ഇറങ്ങിയ വഴിക്ക് നല്ലൊരു മഴയായിരുന്നു. ആ മഴ ഒട്ടും തന്നെ നമ്മൾ മേത്ത് അടുപ്പിക്കാണ്ടിരുന്നില്ല. എല്ലാം കൊണ്ടിട്ടാണ് ഇവിടെ ഈ ഷോപ്പിലേക്ക് എത്തിയത് കേട്ടോ. അതൊക്കെ കഴിഞ്ഞതാ
എന്തോ അവൾക്ക് കളർ പേപ്പർ എന്തോ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവൾക്ക് ക്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊക്കെ നോക്കിയായിരുന്നു. പിന്നെ ഉള്ളത് സ്നാക്സ് ബോക്സുകളാണ് കേട്ടോ. സ്നാക്സ് ബോക്സൊക്കെ നോക്കുകയാണ്. അപ്പോൾ ഇവിടെ സ്നാക്സ് ബോക്സാണ് വരുന്നത്. പിന്നെ ഞാൻ കുറച്ച് ഡബ്ബർ എക്സ്ട്രാ വെക്കാൻ വേണ്ടിയിട്ട് കുറച്ച് എടുത്ത് നോക്കിയിട്ടോ. കാരണം ഒരു ദിവസം ഹിബമോൾക്കാണ് കൊണ്ടുപോയതൊന്നും അങ്ങനെ കാണില്ല. ഒന്നില്ലെങ്കിൽ ക്ലാസ്സിൽ മറന്നു വെച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ അത് ആരെങ്കിലും എടുത്തുണ്ട് എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഇതാ നമ്മൾ വാങ്ങിയതാ എല്ലാം കൊട്ടയിലാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി അതൊന്ന് ബില്ല് ചെയ്യണം. എല്ലാം അത്യാവശ്യം മേടിച്ചിട്ടുണ്ട്. പിന്നെ അവരിതാ ഫാൻസിയുടെ ഡബ്ബറും എക്സ്ട്രാ വേറെ ഒന്നും കൂടി മേടിച്ചിട്ടുണ്ട് കേട്ടോ. അവർക്ക് അത് ഭയങ്കര ഇഷ്ടമായി, സ്റ്റിക്കായിട്ട് പേനയുടെ ഇതിലുള്ളത്. പിന്നെ ഇതാ അങ്ങനെ ഒരു കോംബോ ആയിട്ടാണ് കേട്ടോ 25 രൂപയാണ് 2 പെൻസിൽ, കട്ടർ, റബ്ബർ അങ്ങനെ വരുന്നത്. അപ്പോൾ അതും വേണം പറഞ്ഞിട്ട് 2 പേർക്കും ഓരോന്ന് വാങ്ങി. ഇതൊക്കെ പെൻസിൽ വീട്ടിലിരിക്കുന്നുണ്ടെന്നാലും അവരവിടെ കണ്ടപ്പോൾ അതൊക്കെ വേണമെന്ന് പറഞ്ഞ് അതെല്ലാം ഓരോന്ന് മേടിച്ചു കേട്ടോ. പിന്നെ ഒരുപാട് പേര് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒക്കെ നമ്മൾ നല്ല തിരക്കുണ്ടായിരുന്നു ഷോപ്പിൽ. അങ്ങനെ ലാസ്റ്റ് അവൾ കണ്ടുപിടിച്ചു കേട്ടോ ക്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കളർ പേപ്പർ വേണമെന്ന് പറഞ്ഞിട്ട് അതെല്ലാം കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് ഒരാൾക്ക് വാങ്ങിയിട്ടുണ്ടെങ്കിൽ 2 പേർക്കും വേണം. അപ്പോൾ 2 പേർക്കുമായിട്ട് ഓരോന്ന് എടുത്താൽ മതി എന്നാണ് പറഞ്ഞത് കേട്ടോ. കാരണം ഒക്കെ വേസ്റ്റാക്കി കത്രികയും വെച്ചിട്ട് കീറി കളയുള്ളൂ ഇവിടെ. അപ്പോൾ അത് ഓരോന്നെടുത്ത് അങ്ങനെ നമ്മൾ അതും കൂടിയും കൂട്ടിയിട്ട് ബില്ലാക്കാൻ പോവുകയാണ്. അങ്ങനെ തന്നെ നമ്മൾ ബില്ലാക്കണോർത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ബില്ലൊക്കെ ആക്കി വീട്ടിൽ പോയിട്ട് ഞാൻ ബാക്കി ഡീറ്റെയിൽസ് ആയിട്ട് ഞാൻ കാണിച്ചു തരുന്നുണ്ട്. അത്ര വലിയ ഡീറ്റെയിൽസ് കഴിഞ്ഞ പ്രാവശ്യത്തെ അത്ര ഇതൊന്നുമില്ല. പ്രാവശ്യം കുറേ സാധനങ്ങൾ കുറവാണ്. കാരണം നമ്മളെല്ലാം കഴിഞ്ഞ വർഷത്തെ ഉണ്ടായിരുന്നു, പ്രാവശ്യത്തെ എടുക്കാത്ത കുറേ കാര്യങ്ങളുണ്ടായിരുന്നു വീട്ടിൽ. അതുകൊണ്ട് കഴിഞ്ഞ പ്രാവശ്യത്തെക്കാട്ടിലും പകുതി സാധനങ്ങളാണ് കേട്ടോ പ്രാവശ്യം മേടിച്ചത്. എക്സ്ട്രാ ജോമെട്രി ബോക്സൊക്കെയാണ് മേടിച്ചത്. 5ാം ക്ലാസ്സൊക്കെ ആയതുകൊണ്ട് കോമ്പസ് കാര്യങ്ങളൊക്കെ വേണം, അങ്ങനെയായിട്ടാണ് മേടിച്ചിരിക്കുന്നത്. അപ്പോൾ ഇനി വീട്ടിലെത്തിയിട്ട് ഇതൊക്കെയാണ് കേട്ടോ നമ്മളിന്ന് പോയി മേടിച്ച സാധനങ്ങൾ. ഇത്ര ഐറ്റംസാണ് മേടിച്ചത്. ഒരു സ്കൂൾക്ക് വേണ്ട, ഒരു മക്കൾസിന് വേണ്ട, നമ്മുടെ മക്കൾസിന് വേണ്ടതാ അത്യാവശ്യം എല്ലാ സാധനങ്ങളും നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. സ്നാക്സ് ബോക്സും കട്ടർ, കൊട, ബാഗ് എല്ലാം ആയിട്ട്. അങ്ങനെ ഈ ഒരു സ്നാക്സ് ബോക്സിന് കേട്ടോ നമ്മൾ ഓഫർ നോക്കിയിട്ടോ, ഒരുപാട് കാശൊന്നും ചിലവാക്കി വാങ്ങിയിട്ടില്ല. ഒക്കെ ഓഫർ നോക്കിയിട്ടാണ് നമ്മൾ മേടിച്ചിരുന്നത് കേട്ടോ. നമുക്ക് അതിനുള്ള ഒരു സാഹചര്യമേ ഉള്ളൂ. അതുകൊണ്ട് ഇതായത് സ്നാക്സ് ബോക്സൊക്കെ ഓഫറായിട്ടുള്ളതാണ്. അതൊക്കെ അത്യാവശ്യം ഓഫറായിട്ട് വാങ്ങി. അങ്ങനെ ബില്ലൊക്കെ ചെയ്ത് നമ്മൾ പുറത്തിറങ്ങി. അങ്ങനെ തന്നെ നമ്മൾ എന്തെങ്കിലും കഴിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല വിശപ്പുണ്ട്, അപ്പോൾ ലേറ്റായിട്ട് എന്തെങ്കിലും കഴിക്കാൻ. അങ്ങനെ നമ്മൾ ഇവിടെ ഒരു തട്ടുകട പോലത്തെ ഒരു ഷോപ്പാണ് കേട്ടോ. അതിൽ കയറിയിട്ട് ഓരോ നാടൻ ദോശ കഴിക്കണം എന്ന് പറഞ്ഞിട്ടോ. നാടൻ ദോശയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ചിലപ്പോൾ ഇവിടെ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. അപ്പോൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇവിടെ ദോശയാക്കി തരും കേട്ടോ. അങ്ങനെ നമ്മളിതാ വന്ന് ദോശ, നല്ല ചട്നി. ഈ ദോശ കഴിക്കാൻ ഭയങ്കര, ഞങ്ങൾ നൈറ്റിലൊക്കെ വരാറുണ്ട് കേട്ടോ. അങ്ങനെ ഈ ദോശയ്ക്ക് വേണ്ടിയിട്ട് വരുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ നമ്മുടെ കുഞ്ഞ് ബാക്ക് ടു സ്കൂൾ ഷോപ്പിംഗ് വീഡിയോസ്. എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് വിചാരിക്കണം. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ തിരിച്ച് വീട്ടിൽ പോവുകയാണ്. അപ്പോൾ ഇത്രയുള്ള വീഡിയോ എല്ലാവരും ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. ബൈ.